പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേച്ചർ ലൈഫ് ടി വിയിലേക്ക് സ്വാഗതം. ബംഗാളിൽ നിന്നൊരു വാർത്ത. ബംഗാളിൽ സ്കൂൾ ഉച്ചഭക്ഷണത്തിൽ നിന്ന് മുട്ട ഒഴിവാക്കുന്നു. 2026 ജൂൺ 28 ഞായറാഴ്ച മാതൃഭൂമിയിൽ വന്നൊരു വാർത്തയാണ്. ഇസ്കോൺ എന്ന് പറഞ്ഞ ശ്രീകൃഷ്ണ ഭക്തിയുടെ ഒരു പ്രസ്ഥാനമാണ് ഇസ്കോൺ. അവരെ ഉച്ചഭക്ഷണത്തിൻ്റെ ചുമതല ഏൽപ്പിച്ചതിനെ തുടർന്നാണ് ഉച്ചഭക്ഷണത്തിൽ നിന്നും മുട്ട ഒഴിവാക്കാനുള്ള തീരുമാനമുണ്ടായത്. അത് വലിയൊരു വിവാദമായിരിക്കുകയാണ്. പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. കേന്ദ്രത്തിലും BJP-യാണ്. BJP-യും RSSും പൊതുവേ മാംസാഹാരത്തിനെതിരാണ് എന്നൊരു ധാരണയുണ്ട്. അതത്ര ശരിയാണോ എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഇറച്ചിയും പൊറോട്ടയും കഴിക്കുന്ന ധാരാളം BJP-ക്കാരെ ഞാൻ കാണാറുണ്ട്. മട്ടനും ചിക്കനും അടിക്കുന്ന BJP-ക്കാരെ കാണാറുണ്ട്. RSSകാർ എന്ന് തിരിച്ചറിയാവുന്ന അത്ര ആളുകളെ ഞാൻ കണ്ടിട്ടില്ല. എന്നാലും ഇന്നേ വരെ ഒരു RSS സംഘടനയും BJP സംഘടനകളും മാംസാഹാരത്തിനെതിരെ ഒരു പ്രചരണം നടത്തി ഞാൻ കണ്ടിട്ടില്ല. അതെന്താണ് എന്ന് ചോദിച്ചാൽ ഉത്തരം അവർ പറയേണ്ടതാണ്. അതേസമയം പശുക്കളെ കടത്തുന്ന വാഹനങ്ങൾ തടഞ്ഞു നിർത്തി അതിലുള്ളവരെ ആക്രമിക്കുക, അത് വ്യാപകമായിട്ട് അവർ ചെയ്യുന്നുണ്ട്. അതൊരു മതപരമായ ആഘോഷമായിട്ട് 13-ാം നൂറ്റാണ്ടിൽ വിച്ച് ഹണ്ട് പച്ചമരുന്നുകൾ കൊണ്ടൊക്കെ ചികിത്സിക്കുന്നവരെ ദുർമന്ത്രവാദികളെന്ന് മുദ്രകുത്തി തീയിലെറിഞ്ഞ് കൊല്ലുന്ന ഒരാഘോഷം ഉണ്ടായിരുന്നു. അതും അന്നക്കാലത്തെ പള്ളിയുടെ ഒരു മതപരമായ ആചാരമായിരുന്നു. ആ ഒരു മതപരമായ ആചാരം എന്ന രീതിയിൽ പശു ഇറച്ചി കഴിക്കുന്നവരെ ഒരു മിനിറ്റ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട് അകത്തേത്തറയിലെ ശബരി ആശ്രമത്തിൽ നമ്മളൊരു ഉപവാസ പരിപാടി നടത്തുന്നതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. പലരും ഉപവസിക്കാൻ പേര് തന്നിട്ടുണ്ട്. ഇനിയും കഴിയുന്നത്ര ആളുകൾ കീടനാശിനിക്കെതിരായ ഒരു ബഹുജന മുന്നേറ്റം സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി നാം നടത്തുന്ന ഈ യജ്ഞത്തിൽ പങ്കാളികളാവണം. ഓഗസ്റ്റ് 5-ാം തീയതി ഉച്ചയ്ക്ക് താല്പര്യമുള്ളവരെല്ലാവരും ശബരി ആശ്രമത്തിലെത്തണം. 6-ാം തീയതി രാവിലെ ഹിരോഷിമയിൽ അണുബോംബിട്ട സമയം തുടങ്ങി നാഗസാക്കിയിൽ അണുബോംബിട്ട 9-ാം തീയതി രാവിലെ 11 മണി വരെയാണ് ഉപവാസം. മൗന ഉപവാസമാണ്. 4 ദിവസവും ഉപവസിക്കാൻ പ്രയാസമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം ഉപവസിക്കാം, 2 ദിവസം ഉപവസിക്കാം. അവിടെ സത്യാഗ്രഹികളെ പരിചരിക്കാൻ വോളണ്ടിയേഴ്സിനെ നമുക്ക് ആവശ്യമുണ്ട്. അതും ഒരു ദിവസം തുടങ്ങി 2 ദിവസമോ 4 ദിവസമൊക്കെ ആകാം. ഏതായാലും നമുക്ക് ഒന്ന് കാണാനും പരിചയപ്പെടാനും ഈ ജനാരോഗ്യ പ്രവർത്തനത്തിൽ പങ്കാളികളാകാൻ നിങ്ങൾക്കും കൂടെ കഴിയുന്ന ഒരു സുവർണാവസരമാണ്. വളരെ പ്രധാനപ്പെട്ട നിരവധി വ്യക്തികളുടെ ക്ലാസ്സുകളുണ്ടാകും. ആ ക്ലാസ്സുകളിലെല്ലാം പങ്കെടുക്കാം. ശബരി ആശ്രമം അല്ലെങ്കിൽ തന്നെ കാണേണ്ട കേരളത്തിലെ സ്വാതന്ത്ര്യ സമരത്തിന് അടിത്തറയിട്ട സ്ഥലമാണ്. ഗാന്ധിജി 3 പ്രാവശ്യം വന്ന് താമസിച്ചിട്ടുള്ള സ്ഥലമാണ്. ഇപ്പോൾ തന്നെ നേച്ചർ ലൈഫിൻ്റെ നമ്പറിൽ വിളിച്ച് ഉപവാസത്തിനും വോളണ്ടിയേഴ്സായി വരാനുമുള്ള സന്നദ്ധത അറിയിക്കണം. നിങ്ങളുടെ സാമ്പത്തികമായ സഹായം ഈ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുണ്ട്. 9490445515 ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. പശു ഇറച്ചി കഴിക്കുന്നവരെ പശുവിനെ കൊന്നു എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ മനുഷ്യരെ കൊല്ലുന്ന രീതിയൊക്കെ നമ്മൾ ഞെട്ടലോടെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ BJP ഭരിക്കുന്ന ഇന്ത്യയാണ് ബീഫ് കയറ്റുമതിയിൽ ലോകത്ത് 1-ാം സ്ഥാനത്തുള്ളത്. അതിൽ നേരിട്ട് മുഖം തരാതെ പിന്നിൽ നിന്ന് ഈ കയറ്റുമതിയെല്ലാം നടത്തുന്നത് പരമസാത്വിക ഹൈന്ദവരായ മാർവാടികളാണ്. ഇപ്പോൾ ഇസ്കോൺ എന്ന് പറഞ്ഞൊരു സംഘടന സസ്യാഹാരം പ്രചരിപ്പിക്കുന്നവരാണ്, ശ്രീകൃഷ്ണ ഭക്തരാണ്. അവർ പാല് നന്നായി ഉപയോഗിക്കുന്നവരാണ്. കാരണം നമ്മുടെ ഭഗവാൻ കൃഷ്ണൻ ഗോക്കളെ മേച്ച് ഗോപാലൻ എന്ന പേര് നേടിയിട്ടുള്ള ആളാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കുകയാണ്,
ഗോപാലനാണ്, ഗോക്കളെ മേച്ച് നടന്നവനാണ്. ആ ഗോക്കൾക്ക് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലെ സ്ഥാനം സങ്കടകരമാണ്. ആനയെ കൊല്ലാനാണ്, ആനയെ കൊല്ലുകയായിരുന്നു ഭഗവാൻ കൃഷ്ണൻ എന്നാണ് കേട്ടിട്ടുള്ളത്. ആ ആനയാണ് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ നടക്കിരുത്തുക. പശുക്കളെ നടക്കിരുത്തുന്ന ഒരവസ്ഥയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും വളരെ വളരെ ദൂരെയാണ് പശുക്കൾക്ക് വളരെ ദയനീയമായൊരു താവളം ഞാൻ കണ്ടിട്ടുള്ളത്. അതൊന്ന് ദൈന്യത മാറിയെന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് തന്നെ ആനക്കൊട്ടിലാണുള്ളത്. ഗുരുവായൂർ അമ്പലത്തിലും ആനകളാണ്. എനിക്ക് ആനകളെ ഇഷ്ടമാണ്. ആനക്കൊട്ടിലെല്ലാം ഞാൻ മിക്കവാറും പോവാറുണ്ട്. അത് വേറെ കാര്യം. ഏതായാലും ഞങ്ങൾ പാലിനെ കൂടി എതിർക്കുന്നവരാണ്. മുട്ട മാത്രമല്ല, പാലും മത്സ്യവും മാംസവും പാടില്ല എന്ന് പറയുന്നവരാണ് പ്രകൃതി ജീവന പ്രവർത്തകർ. ആ ഒരു ലെവലിലേക്ക് ഏതായാലും BJPയോ RSSോ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പാല് അവർ അംഗീകരിക്കുന്നൊരു കാര്യമാണ്. ഇപ്പോൾ പ്രകൃതി ജീവന പ്രചരണത്തെയും അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ട് എന്ന് നമ്മൾ കരുതുന്ന ഭരണകൂടത്തിൻ്റെ ഭാഗമായി പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ആഹാര നിയന്ത്രണങ്ങളും നീക്കങ്ങളും ഒക്കെ വ്യത്യസ്തമായിരിക്കുന്നത് ഇവിടെ കൂടിയാണ്. ഇപ്പോൾ ബംഗാളിലെ ഉച്ചഭക്ഷണത്തിൽ നിന്നും മുട്ട ഒഴിവാക്കുമ്പോൾ ലോകമെമ്പാടും സസ്യാഹാരത്തെ മാത്രം ആശ്രയിച്ച് ലക്ഷക്കണക്കിന് ആളുകളുണ്ടെന്നും മുട്ടയേക്കാൾ കൂടുതൽ പ്രോട്ടീൻ സോയയിലും രാജ്മ പയറിലുമുണ്ടെന്നും ഇസ്കോൺ ഉപാധ്യക്ഷൻ രാധാമൺ ദാസ് അവകാശപ്പെടുന്നുണ്ട്. വളരെ ശരിയാണ്. പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീനാണോ ആനിമൽ ബേസ്ഡ് പ്രോട്ടീനാണോ മനുഷ്യ ശരീരത്തിന് ഏറ്റവും നല്ലതെന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്ക്. നിങ്ങൾ ഏത് ലോകാരോഗ്യ സംഘടന സൈറ്റിൽ കയറി നോക്കൂ. അല്ലായെങ്കിൽ ശാസ്ത്രീയമായി ഇതിനെ രണ്ടിനെയും താരതമ്യം ചെയ്യുന്ന പഠനങ്ങൾ നോക്ക്. പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീനാണ് മനുഷ്യ ശരീരത്തിന് ഏറ്റവും നല്ലതെന്നും ആനിമൽ ബേസ്ഡ് പ്രോട്ടീൻ ദോഷഫലങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അതാകട്ടെ ഹൃദ്രോഗം, ക്യാൻസർ, കരളിൻ്റെ കേട്, മലബന്ധം, അലർജി, ആസ്തമ ഇത് തുടങ്ങിയിട്ടുള്ള നിരവധിയായ പ്രയാസങ്ങളാണെന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മുട്ട കഴിക്കുന്നവരോട് തന്നെ ലോകാരോഗ്യ സംഘടന പറയുന്നത് ആഴ്ചയിൽ 2.5 മുട്ടയിൽ കൂടുതൽ കഴിക്കരുതെന്നാണ്. അപ്പോൾ നല്ലൊരു സാധനമാണെങ്കിൽ ഇങ്ങനെ വരില്ലല്ലോ. 100 പേര് മുട്ട കഴിക്കുകയാണെങ്കിൽ, ഈ 2.5 എന്ന ലെവലിൽ മുട്ട കഴിക്കുകയാണെങ്കിൽ 30 പേർക്ക് ഹൈപ്പർ റെസ്പോൺസ് ഉണ്ടാകും. 30% ആളുകൾക്ക് 30 പേർക്ക് ഹൈപ്പർ റെസ്പോൺസ് ഉണ്ടാകും. ടൈപ്പ് 2 ഡയബറ്റീസ്, 2ാം തരത്തിലുള്ള പ്രമേഹം, കൊളസ്ട്രോൾ കൂടുന്നത്, ഹൃദ്രോഗമെങ്ങാനും ഉണ്ടെങ്കിൽ പറയുകയും വേണ്ട. ഹൃദ്രോഗ സാധ്യതയും കൊളസ്ട്രോളും എല്ലാം കൂട്ടും. മുട്ട വറുത്ത് പൊരിച്ചു കഴിക്കുകയാണെങ്കിൽ ആപത്ത് പിന്നെയും കൂടും. മുട്ടയും ഇറച്ചിയും കൂടെ കഴിക്കുകയാണെങ്കിൽ അമിതവണ്ണം, അതിൻ്റേതായ തകരാറുകൾ, ഹൃദ്രോഗ സാധ്യത വളരെ കൂടും. മുട്ടയിലെ കൂടിയ പ്രോട്ടീൻ, ശരീരത്തിന് ദഹിപ്പിക്കാൻ പ്രയാസമുള്ള പ്രോട്ടീൻ, അതിലെ കൊഴുപ്പ്, ഫൈബർ ഇല്ലാത്തൊരു ദുരവസ്ഥ. ഫൈബർ ഉണ്ടെങ്കിൽ ശരീരത്തിന് ദഹനം എളുപ്പമാണ്, സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് അത് നടത്താൻ സാധിക്കും. ബാക്ടീരിയകൾക്ക്, വയറ്റിലെ ഗട്ട് ബാക്ടീരിയകൾക്കും ആവശ്യത്തിനുള്ള ആഹാരം കിട്ടും. അതില്ലാത്തൊരവസ്ഥയും എല്ലാം കൂടി ചേരുമ്പോൾ മുട്ട മനുഷ്യ ശരീരത്തിന് നല്ലതല്ല. അതുകൊണ്ട് നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് മുട്ട കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചത് വളരെ നല്ലൊരു കാര്യമാണ്. പകരം എന്തെല്ലാം സാധനങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാം? നന്നായിട്ട് തേങ്ങ കൊടുക്കാം. തേങ്ങയിൽ പ്രോട്ടീനുണ്ട്, ശരീരത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്ന മാംസ്യമുണ്ട്, നിരവധി തരത്തിലുള്ള പോഷകങ്ങളുണ്ട്. ചെറുപയർ, ഈ കഞ്ഞിയുടെ കൂടെ പകുതി ചെറുപയറിട്ട് കഞ്ഞി വെച്ചുകൂടെ? കറികൾ അതുപോലെ കൊടുത്തുകൂടെ? നട്ട്സ് കൊടുത്തുകൂടെ? സീഡ്സ് കൊടുത്തുകൂടെ? വാൾനട്ടും ബദാമും കശുവണ്ടിപ്പരിപ്പും എന്തെല്ലാം സാധനങ്ങളാണ് പ്രോട്ടീൻ നല്ലതായിട്ടുള്ളത്. പക്ഷേ നിരവധി ശാസ്ത്രീയ പഠന റിപ്പോർട്ടുകളുണ്ട് മുട്ട
ഒരു സമ്പൂർണ്ണ ആഹാരമാണ്. എല്ലാ തരത്തിലുള്ള പ്രോട്ടീനുകൾ, അമിനോ ആസിഡുകൾ, എസൻഷ്യൽ അമിനോ ആസിഡുകൾ എന്നൊക്കെ പറഞ്ഞ് ബ്ലാ 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 പറയുന്ന ശാസ്ത്രീയ പഠനങ്ങളുണ്ട്. പക്ഷേ അവ സൂക്ഷിച്ചു നോക്കിയാൽ 6 മാസം പഠിച്ചു, 1000 പേര് പഠിച്ചു. പിന്നെ ഞങ്ങൾ പഠിച്ചത് മുട്ടയിലെ ഇന്ന ഘടകം ഇന്ന അവയവത്തിന് നല്ലതാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അമേരിക്കയിലെ PCRM എന്ന് പറയുന്ന ഫിസിഷ്യൻസ് കമ്മിറ്റി ഫോർ റെസ്പോൺസിബിൾ മെഡിസിൻ 17,000 ഡോക്ടർമാരുടെ ഹെൽത്ത് കെയർ പ്രൊഫഷണലുകളുടെ സംഘടനയാണ്. അവർ പറയുന്നത് മുട്ട മനുഷ്യ ശരീരത്തിന് ചേരില്ല എന്നാണ്. ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വിശദമായിട്ട് അതിലേക്ക് കടക്കുന്നില്ല. അവർ 17 വർഷം 1.5 ലക്ഷം പേരിലാണ് പഠനം നടത്തിയത്. അവരാണ് പറയുന്നത് ഹൃദ്രോഗ സാധ്യത കൂടും, ക്യാൻസറിൻ്റെ സാധ്യത കൂടും. അതുകൊണ്ട് അമേരിക്കയിലെ ഡയറ്ററി ഗൈഡ് ലൈനിൽ നിന്ന് മുട്ടയെടുത്ത് മാറ്റണമെന്ന് 10-30 കൊല്ലമായി അവർ ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ കേരളത്തിലെ സ്കൂളുകളിലും കുട്ടികൾക്ക് മുട്ട വ്യാപകമായി കൊടുക്കുന്നുണ്ട്, പാല് കൊടുക്കുന്നുണ്ട്. ഒന്ന്, ഇത് ശുദ്ധമായി കൊടുക്കാൻ പ്രയാസമുള്ളൊരു കാര്യമാണ്. പഴകും തോറും അത് പലതരത്തിലുള്ള ഗ്യാസ്ട്രിക് പ്രോബ്ലംസ്, അതേപോലെ തന്നെ കഫസംബന്ധമായ തകരാറുകൾ ഒക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ധാരാളം പഴങ്ങൾ, ഇലക്കറികൾ, പയറുകറികൾ, അണ്ടിപ്പരിപ്പ് വർഗ്ഗങ്ങൾ, വിത്തുകൾ, അങ്ങനെയുള്ളൊരു ഭക്ഷണ സാധനം നൽകാൻ നമ്മുടെ അധ്യാപകർ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഇതിന് മാർഗനിർദ്ദേശം നൽകുന്ന ഉന്നതാധികാര സമിതികളും ആരോഗ്യവകുപ്പും തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളിതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? മുട്ട കഴിച്ച് മാറാത്ത അസുഖങ്ങൾ മുട്ട നിർത്തിയപ്പോൾ മാറിയിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. ദയവായി കമൻറ്റുകളിൽ വിശദമായിട്ട് എഴുതണം. അതുപോലെ കഴിയുന്നത്ര ആളുകളിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്യണം. നേച്ചർ ലൈഫ് TV സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം. നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി, നമസ്കാരം.